ശ്രീ സ്കന്ദമഹാപുരാണത്തിലെ ശങ്കര സംഹിത ശിവരഹസ്യഖണ്ഡത്തിൽ വിഭൂതി മഹിമാ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം നമുക്കിവിടെ നോക്കാം. സുബ്രഹ്മണ്യൻ അഗസ്ത്യ മഹർഷിക്ക് എന്തെല്ലാമാണ് ഉപദേശിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമായി സൂതൻ ആദ്യം ഭസ്മത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു. അപ്പോൾ സൂതൻ ഭസ്മത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറയണം. അത് സുബ്രഹ്മണ്യൻ അഗസ്ത്യ മഹാമുനിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാൻ അഗസ്ത്യ മഹാമുനിക്ക് ഭസ്മമഹിമാ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞ ആ ദിവ്യ രഹസ്യമാണ് നാം ഇനി കാണാൻ പോകുന്നത്. ഇതാ നോക്കൂ. ഭജനം കൊണ്ട് സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതിനാലും സ്ഥിരീകരിക്കുന്നതിലൂടെ സ്മരിക്കുന്നതിലൂടെ സർവ നന്മകൾ ഉണ്ടാക്കുന്നതിനാലും ഭക്തിയും മുക്തിയും നൽകുന്നതാണ് ഭസ്മം. അപ്പോൾ ഭസ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പാപങ്ങളെ പരിപൂർണമായി നശിപ്പിക്കുന്നു, പിന്നെ സർവ നന്മകളും ഉണ്ടാക്കുന്നു, പിന്നെ ഭക്തിയും മുക്തിയും നൽകുന്നു. അപ്പോൾ ഭസ്മലേപനത്തിലൂടെ ഈ മഹാഗുണങ്ങളാണ് ഒരു സാധകന് ആദ്യമായി ലഭിക്കുന്നത്. പാപങ്ങൾ അത്രയും ഇല്ലാതാകുന്നു. അതായത് സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളിലെ എല്ലാ പാപങ്ങളെയും ഭസ്മലേപനത്തിലൂടെ കഴുകിക്കളയാൻ കഴിയും. പിന്നെ ഈശ്വരസ്മരണയിലൂടെ ഈ ഭസ്മലേപനം ചെയ്യുമ്പോൾ സർവ നന്മകളും അയാൾക്കുണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭസ്മലേപനത്തിലൂടെ സാധകന് ഭക്തിയും മുക്തിയും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഭസ്മം 3 കുറിയായി ധരിക്കാവുന്നതാണ്. എങ്ങനെയാണ് ധരിക്കുക എന്ന് ഇതിൽ സൂത മഹാമുനി പറയണം. അഗസ്ത്യ മഹർഷി പറഞ്ഞു കൊടുത്തതാണ് സുബ്രഹ്മണ്യൻ. 3 കുറിയായിട്ട് 3 വരകളായിട്ട് ഇത് അണിയാം. അതെങ്ങനെയാണ്? ഭസ്മം ജലത്തിൽ കുഴച്ച് 3 കുറിയായി എവിടെയൊക്കെ തുടർന്ന് നോക്കൂ. ശിരസിൽ, നെറ്റിയിൽ, കഴുത്തിൽ, നെഞ്ചിൽ, നാഭിയിൽ, 2 വശങ്ങളിലും, 2 ഭുജങ്ങളിലും, 2 കൈകളിലും, പിന്നെ കൈയുടെ പുറത്തും പുറം കഴുത്തിലും ഭസ്മം പൂശണം. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മർമ്മസ്ഥാനങ്ങളാണ്. ശരീരത്തിലെ ഏറ്റവും മർമ്മസ്ഥാനങ്ങളാണിതൊക്കെ. എവിടെ? ഒന്ന് നാഭിയാണ്. പിന്നെ അതിനു മുമ്പ് ശിരസിലണിയണം, പിന്നെ നെറ്റിയിൽ, കഴുത്തിൽ, നെഞ്ചിൽ, നാഭിയിൽ. അതായത് ഷഡ്ചക്രങ്ങളെയും ശുദ്ധീകരിക്കുകയാണ്. മുകളിൽ നിന്ന് താഴോട്ടാണ്. ശിരസിൽ, സഹസ്രാരത്തിൽ, പിന്നെ അതേപോലെ തന്നെ നെറ്റിയിൽ, അതായത് ഭ്രൂമധ്യത്തിൽ, ആജ്ഞാചക്രത്തിൽ, പിന്നെ കഴുത്തിൽ, കണ്ഠത്തിൽ, പിന്നെ നെഞ്ചിൽ, പിന്നെ നാഭിയിൽ. അപ്പോൾ ശരിക്കും ഷഡ്ചക്രങ്ങളിലെ ഭസ്മലേപനം കൊണ്ട് ആ ചക്രങ്ങളെല്ലാം ആക്ടിവേറ്റ് ആക്കപ്പെടുന്നു. അപ്പോൾ ഭസ്മത്തിന് ഈ കഴിവുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ 7 ചക്രങ്ങളെയും ഉണർത്താൻ, അതിലെ എല്ലാ ബ്ലോക്കുകളെയും ഇല്ലാതാക്കാൻ ഭസ്മലേപനം കൊണ്ട് കഴിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ 2 വശങ്ങളിൽ, ഭുജങ്ങളിൽ, അതേപോലെ കൈയുടെ പുറത്ത്, പുറം കഴുത്തിൽ എല്ലാം ഭസ്മം പൂശാവുന്നതാണ്. 3 വരകൾ. ആ 3 വരകൾ സത്വരജതമോ ഗുണങ്ങളുടെ ഇല്ലായ്മയെ സൂചിപ്പിക്കാൻ കൂടി അത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ 3 വരകൾക്കും 3 വിരലുകളാണ് ഉപയോഗിക്കുന്നത്. ആ വിരലുകൾക്കും അതിൻ്റേതായ സവിശേഷതകളുണ്ട്. അതായത് ചൂണ്ടുവിരൽ, പിന്നെ മധ്യവിരൽ, അത് അതിനടുപ്പുറത്തെ മറ്റൊരു വിരൽ. അങ്ങനെ 3 വിരലുകളാണ് ഇതിന് സാധാരണ ഉപയോഗിക്കുന്നത്. ആ വിരലുകൾക്ക് അതിൻ്റേതായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. വിരലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
ആ വിരലുകളിലൂടെ, അതായത് 72,000 നാഡീഞരമ്പുകളുടെ പ്രതിനിധികളാണ് ഈ വിരലുകൾ. ഇട, പിങ്കള തുടങ്ങിയ ആ നാഡികളും ഈ വിരലുകളിലൂടെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിരലുകൾ ഭസ്മത്തിൽ മുക്കി ഭസ്മം ജലത്തിൽ കുഴച്ച് തൊടുമ്പോൾ ഇങ്ങനെയുള്ള മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പിന്നെ സുബ്രഹ്മണ്യൻ അഗസ്ത്യ മഹർഷിക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. മഹാപ്രളയകാലത്ത് ആലിലയിൽ ശിവരൂപത്തിൽ കിടന്ന മഹാവിഷ്ണു, വിരാട് പുരുഷൻ, മഹാസമുദ്രത്തെ പോലും തള്ളവിരലിൻ്റെ ഘനത്തിലാക്കി കളഞ്ഞ് പരമേശ്വരനെ കണ്ട് മനസ്സിലാകാതെ അത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ശിവൻ വിഷ്ണുവിന് ഭസ്മം കൊടുക്കുകയും ആ ഭസ്മം ധരിച്ചയുടൻ വിഷ്ണുവിൻ്റെ അറിവില്ലായ്മ നീങ്ങുകയും ചെയ്തു. അപ്പോൾ മഹാപ്രളയകാലത്തെ ഒരു കഥയാണ് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മഹാപ്രളയകാലത്ത് ആലിലയിൽ ശിശുരൂപത്തിൽ കിടക്കുകയായിരുന്നു മഹാവിഷ്ണു. അതായത് വിരാട് പുരുഷൻ ആണ് ഈ ശിശുരൂപത്തിൽ കിടന്ന മഹാവിഷ്ണു. മഹാസമുദ്രത്തെ പോലും തള്ളവിരലിൻ്റെ ഘനത്തിലാക്കിയവനാണ് ഈ വിരാട് പുരുഷൻ. അപ്പോൾ മഹാസമുദ്രത്തെ തള്ളവിരലുകൊണ്ട് അതിൻ്റെ ഉള്ളിലാക്കിയ മഹാനാണ് ഈ വിരാട് പുരുഷൻ. പരമേശ്വരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിരാട് പുരുഷന് മനസ്സിലായില്ല. അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ശിവൻ വിഷ്ണുവിന് ഭസ്മം കൊടുക്കുകയും ആ ഭസ്മം ധരിച്ചയുടൻ വിഷ്ണുവിൻ്റെ അറിവില്ലായ്മ നീങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഭസ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭസ്മലേപനത്തിലൂടെ ഒരാൾക്ക് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വളരെ കാലം തപസ് ചെയ്ത് വളരെ കാലം കൊടിയ സാധനകൾ ചെയ്തതിന് ശേഷമാണ് അജ്ഞാനം മാറിയിട്ട് കിട്ടുക. പക്ഷേ ഇവിടെ അജ്ഞാനം മാറിക്കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഉണ്ട്. അത് ഭസ്മലേപനമാണ്. ഭസ്മം ശിരസിലും അതേപോലെ തന്നെ ആജ്ഞാചക്രത്തിലും മറ്റ് ഷഡ്ചക്രങ്ങളിലും അണിയുന്നതിലൂടെ അയാളുടെ അജ്ഞത, അതായത് ഈ ചക്രങ്ങളിലുള്ള ബ്ലോക്ക് പൂർണ്ണമായിട്ടും ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിക്കിട്ടാനുള്ളൊരു പുതിയ ടെക്നിക്കാണിത്. എളുപ്പമായ വിദ്യയാണിത്. അതായത് ഭസ്മം പൂശിയാൽ മതി, അതോടുകൂടി ആ ചക്രങ്ങളിലെ ബ്ലോക്കുകളെല്ലാം തന്നെ മാറിക്കിട്ടും. അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് സുബ്രഹ്മണ്യ ഭഗവാൻ അഗസ്ത്യ മഹർഷിയോട് പറയുന്നത്. ഇത് ശരിക്കും വളരെ നിഗൂഢമായ ചില രഹസ്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയമായ ചില സത്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ അന്വേഷിച്ചാലും നമുക്ക് കണ്ടു കിട്ടാൻ പറ്റും. സുബ്രഹ്മണ്യ ഭഗവാൻ അഗസ്ത്യനോട് പറയുകയാണ്, പണ്ട് പല അസുരന്മാരും വധിച്ച ദേവന്മാരെ ഭസ്മമിട്ട് വീരഭദ്രൻ വീണ്ടും ജനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭസ്മം ഇട്ടാൽ മരിച്ച ദേവന്മാർ പോലും എഴുന്നേൽക്കുന്നു എന്നാണ് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് മാഹാത്മ്യം ഭസ്മത്തിനുണ്ട്. ഭസ്മത്തിൻ്റെ ദിവ്യമായ ശക്തി വിശേഷങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ അഗസ്ത്യ മഹാമുനിയോട് സുബ്രഹ്മണ്യ ഭഗവാൻ പറയുന്നത്. അപ്പോൾ സ്കന്ദ മഹാപുരാണത്തിലെ പല ഭാഗങ്ങളും ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭസ്മത്തിൻ്റെ ആ ഔഷധ ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ ആയുർവേദത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ വെസ്റ്റേൺ മെഡിസിനിൽ, അലോപ്പതിയിൽ ഇതിനെക്കുറിച്ച് യാതൊരു പഠനവും നടന്നിട്ടില്ല. ഗവേഷകന്മാരുടെ ശ്രദ്ധ ഈ രംഗത്തേക്ക് ക്ഷണിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതെല്ലാം
സ്കന്ദമഹാപുരാണത്തിലെ ശങ്കര സംഹിതയിലെ ശിവരഹസ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശിവൻ്റെ അപൂർവമായ രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങളുടെ ശാസ്ത്രീയ സത്യങ്ങൾ നാം മനസ്സിലാക്കണം. ഇപ്പോൾ പാശുപതാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആധുനിക ശാസ്ത്ര പ്രത്യേകതകളെക്കുറിച്ച് പറയാം. ഇത് അണിയാത്തത് കൊണ്ട് ഭുജബല രാജാവിനുണ്ടായ ഒരുപാട് അപകടങ്ങളെയും പിന്നെ അദ്ദേഹം ഭസ്മലേപനം ചെയ്തപ്പോൾ ഉണ്ടായ ആ മഹാമാറ്റങ്ങളെക്കുറിച്ചിട്ടുമെല്ലാം തന്നെ, പിന്നെ അതേപോലെ ദദീജി മഹർഷി നൽകിയ ഭസ്മം ബ്രാഹ്മണരുടെ ദുരിതം മുഴുവൻ നീക്കിയ കഥയും സ്കന്ദമഹാപുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. അടുത്തതായി രുദ്രാക്ഷധാരണത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രീ രുദ്രാക്ഷധാരണ മഹാത്മ്യം എന്നൊരധ്യായം ഈ സ്കന്ദമഹാപുരാണത്തിലുണ്ട്. സ്കന്ദമഹാപുരാണത്തിലെ ശങ്കര സംഹിതയിലെ ശിവരഹസ്യ ഖണ്ഡത്തിലാണ് ഈ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ രത്നചുരുക്കവും കൂടെ നമുക്ക് നോക്കാം. രുദ്രാക്ഷം ധരിക്കുന്നതിൻ്റെ മാഹാത്മ്യം ഇവിടെ വിവരിക്കുകയാണ്. ശരീരത്തിൽ 108 രുദ്രാക്ഷം ധരിക്കാം. രുദ്രാക്ഷം പോലെ മുത്ത്, പവിഴം, സ്ഫടികം, വെള്ളി, വൈഡൂര്യം, സ്വർണം ഇവയും രുദ്രാക്ഷത്തിനോട് ചേർത്ത് കെട്ടാവുന്നതാണ്. രുദ്രാക്ഷത്തെ അഭിഷേകം ചെയ്ത് പൂജിക്കുന്നത് ശിവലിംഗ പൂജ പോലെ ഫലപ്രദമാണ്. 1, 5, 11, 14 അങ്ങനെ മുഖങ്ങളുള്ള രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത്. നന്ദിഗ്രാമത്തിൽ മഹാനന്ദ എന്നു പേരുള്ള ഒരു ഗണിക മഹാധനികയായിരുന്നെങ്കിലും അവൾ ശിവഭക്തയും മഹാദേവനെയും ശിവഭക്തരെയും പൂജിക്കുന്നവളുമായിരുന്നു. അവൾ ഒരു കുരങ്ങിൻ്റെയും കോഴിയുടെയും കഴുത്തിൽ രുദ്രാക്ഷം കെട്ടി വളർത്തിയിരുന്നു. ആ കുരങ്ങനും കോഴിയും അന്തരിച്ച് അടുത്ത ജന്മത്തിൽ ഭദ്രസേനൻ എന്ന രാജാവിൻ്റെ മകൻ സുധർമ്മനായും മന്ത്രിയുടെ മകൻ താരകനായും ജനിച്ചു. അവരുടെ കാലശേഷം അവർ ശിവപദം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഈ സ്കന്ദമഹാപുരാണത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ കോഴിയുടെയും അതേപോലെ തന്നെ കുരങ്ങിൻ്റെയൊക്കെ കഴുത്തിൽ കെട്ടിയപ്പോൾ പോലും അവരുടെ പുനർജന്മങ്ങൾ തന്നെ മഹത്തായി തീർന്നു എന്ന് പറയുന്നു. അപ്പോൾ രുദ്രാക്ഷധാരണം കൊണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. ഒരു ഉപനിഷത്ത് തന്നെ രുദ്രാക്ഷത്തെ ആസ്പദമാക്കിക്കൊണ്ടുണ്ട്. രുദ്രാക്ഷ മഹാ ഉപനിഷത്ത് എന്നാണ് അതിൻ്റെ പേര്. അത് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ രുദ്രാക്ഷ മഹാ ഉപനിഷത്തിനെ കുറിച്ച് പിന്നീട് പറയാം. ഓം ശിവായ നമഃ.